പ്രവാചകരിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ സഹാബിമാരിൽ നിന്ന് കൃത്യമായി ദീൻ പഠിച്ചവരായിരിക്കണം. അല്ലാതെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് എവിടെയെങ്കിലും പ്രഭാഷണം നടത്തുന്ന ആരെയെങ്കിലും സഹാബാക്കൾ അവരുടെ കാലഘട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവരെ ആ സ്ഥലത്ത് നാട്ടിപ്പായിക്കുകയും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബാക്കളിൽ ഏറ്റവും വലിയ ഫഖീഹാണ്. നോക്കുമ്പോൾ അംർ ഇബ്നു സുറാറ എന്ന് പറയുന്നയാൾ ജനങ്ങളെ കൂട്ടി പ്രഭാഷണം നടത്തുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അംർ ഇബ്നു സുറാറയോട് പറയുകയുണ്ടായി, ഇന്നക ഇബ്തദഅത ബിദ്അത വലാലത്തിൻ ഔ ഇന്നക ലഅഹദാ മിൻ മുഹമ്മദിൻ വഅസ്ഹാബിഹി. മുഴുവൻ ജനങ്ങളുടെ ഇടയിൽ വെച്ചാണ് പ്രഭാഷകനായ അംർ ഇബ്നു സുറാറയോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശകാരവർഷം, ഇന്നക ഇബ്തദഅത ബിദ്അത വലാലത്തിൻ, തീർച്ചയായും നിങ്ങൾ വഴികെട്ട ഒരു അനാചാരത്തിനെ, ഒരു നവീന ആശയത്തെ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദീൻ ആരാണ് പ്രസംഗിക്കേണ്ടത്, ആരാണ് പ്രഭാഷണം നടത്തേണ്ടത്, ആരാണ് പ്രചരിപ്പിക്കേണ്ടത്? ദീൻ കൃത്യമായി നബിതങ്ങളിൽ നിന്ന് സഹാബാക്കൾ, ആ സഹാബാക്കളിൽ നിന്ന് താബിഈങ്ങൾ, ഇവരിൽ നിന്ന് ആരിൽ നിന്നാണ് പഠിച്ചത് എന്ന് കൃത്യത വരുത്താതെ ഒരിക്കലും നിങ്ങൾ പ്രസംഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ അവകാശപ്പെടുകയാണ് ഞാൻ നബിതങ്ങളെക്കാളും നബിതങ്ങളുടെ സഹാബിമാരെക്കാൾ ഹിദായത്ത് വഹിച്ചയാളാണ്, അതുകൊണ്ടാണ് സഹാബാക്കളുള്ള കാലത്ത് അവരൊന്നും ഇല്ലാതെ ഞാൻ പ്രസംഗിക്കുന്നു. അംർ ഇബ്നു സുറാറ പറയുകയാണ്, ഇത് കേൾക്കേണ്ടുന്ന താമസം ജനങ്ങളെല്ലാവരും എന്നിൽ നിന്ന് പിരിഞ്ഞുപോയി. ഞാൻ പ്രസംഗിച്ച ആ സ്ഥലത്ത് ഒരാൾ പോലും ഇല്ല. കാരണം പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ പ്രചരിക്കും, പറയുന്ന കാര്യങ്ങൾ ദീനാണ് എന്ന് ധരിക്കും. അതുകൊണ്ട് ദീൻ കൃത്യമായി മനസ്സിലാക്കിയാണ് ആ ദീൻ പ്രഭാഷണം നടത്തുന്നത്. അല്ലാതെ സഹാബാക്കൾ പ്രസംഗിക്കാൻ അനുവദിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ മറ്റൊരു സഹാബിയായിരുന്നു സിൽത്ത് ബിൻ ഹാരിസ് അൽ ഗിഫാരി. സഹാബി നോക്കുമ്പോൾ ഒരാൾ പ്രഭാഷണം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ പേര് സുലൈം ബിൻ ഐദ്രിൻ മിസ്രി എന്ന് പറയുന്നയാൾ. അപ്പോൾ സഹാബി ചോദിച്ചു, ഞങ്ങൾ ആരും നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരല്ലേ, നബിതങ്ങളുമായി നമ്മൾ ആരും കുടുംബബന്ധമൊന്നും മുറിച്ചിട്ടില്ല. ഞങ്ങളുടെ ഇടയിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് പ്രഭാഷണം നടത്തി ജനങ്ങളുടെ ഇടയിൽ സ്റ്റാർ ആകാൻ ആഗ്രഹിക്കുകയാണോ? അലി റളിയല്ലാഹു അൻഹു കൂഫയിലെ പള്ളിയിൽ കയറിയപ്പോൾ ഒരാൾ പ്രസംഗം നടത്തുകയാണ്. അലി റളിയല്ലാഹു അൻഹു പ്രസംഗം നടത്തിയയാളോട് ചോദിക്കുകയുണ്ടായി, അൻത തഅലമു നാസിഖൽ ഖുർആനി മിൻ മൻസൂഖിഹി, നിങ്ങൾക്ക് ഖുർആനിന്റെ നാസിഖും മൻസൂഖും അറിയാമോ? പ്രഭാഷണം നടത്തുന്നയാൾ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ കുറെ കഥകളൊക്കെ അവിടെ നിന്ന് വായിച്ചു കേട്ടുകൊണ്ട് പ്രസംഗിക്കുന്നതാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് നാശം, അഹ്ലക്ത വഹലക്ത, നീ നശിച്ചു, കാരണം ജനങ്ങളുടെ ഇടയിൽ നീ സ്റ്റാറാകാൻ വേണ്ടി ആഗ്രഹിച്ച പ്രസംഗിച്ചത്. വാഹിലക്ത, നീ ജനങ്ങളെ നശിപ്പിച്ചു, കാരണം ഖുർആനിലും ഹദീസിലും ഏതെല്ലാം കാര്യങ്ങളാ സ്ഥിരപ്പെട്ടത്, ഏതെല്ലാം കാര്യങ്ങളാ അസ്ഥിരപ്പെട്ടത് എന്ന് നിനക്കെങ്ങനെ അറിയാം? അതുകൊണ്ട് വലാ തഖഉദു ബഅദഹു അബദാ, ഇനി മേലിൽ ഈ പള്ളിയിൽ ഇരുന്ന് പ്രസംഗിച്ചു പോകരുത്, നാട്ടി ഓടിച്ചു. ഞാനൊരാളെ പ്രസംഗിക്കുന്നത് അപ്പൊ അദ്ദേഹം പ്രസംഗിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിതങ്ങളുടെ കാലഘട്ടത്തിൽ കഴുത മാംസം ഹറാമായിരുന്നു, കഴിക്കൽ ഹലാലായിരുന്നു. അപ്പൊ സഹാബാക്കളെല്ലാം ഇത് ചട്ടിയിൽ കറി ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴുതയുടെ മാംസം. അപ്പൊ എന്റെ ഇത് കഴുതയുടെ മാംസം ഹറാമാണ് എന്ന് ഖുർആനിൽ ആയത്തിറങ്ങി. സഹാബാക്കൾ അപ്പോൾ തന്നെ അതെല്ലാം ഒഴിച്ചു. ആ പ്രാസംഗിനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞ എത്ര ഗുരുതരമായി തെറ്റെന്നറിയുമോ? ഖുർആൻ ശരീഫിൽ കഴുത മാംസം ഹറാമാണെന്ന് ഒരായത്തുമില്ല. അത് ഞാൻ ഇന്ന ആളിൽ നിന്ന് കേട്ടതാണ്, ഇന്ന സ്ഥലത്ത് വെച്ച് കേട്ടതാണ്. ഞാൻ പറഞ്ഞ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവത്തില്ല. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിൽ വെച്ച് ഇന്നമാ ഹറമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹുംറ അൽ അഹ്ലിയത ഫീ സമനി ഖൈബർ. ഇത് ബുഖാരി ഞാൻ പഠിപ്പിക്കുന്നതാണ്, ഞാൻ പറഞ്ഞു കൊടുത്തത്. ഖുർആൻ ശരീഫിൽ അങ്ങനെ ഒരു ആയത്തേ ഇല്ല. അപ്പൊ നിങ്ങൾ ആയത്ത് എന്ന് പറഞ്ഞ ആയത്തല്ലാത്തൊരു കാര്യം അല്ലാഹുവിന്റെ മേൽ എത്ര ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു.
ഇങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കാര് പ്രസംഗം കൊണ്ട് സ്റ്റാറാകാൻ വേണ്ടി ആഗ്രഹിക്കും. പക്ഷേ ദീനല്ലാത്തത്, ഖുർആനല്ലാത്തത്, ഹദീസല്ലാത്തത്, സീറത്തല്ലാത്തത് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് താൻ സ്റ്റാർ ആകുമ്പോൾ അറിയുന്നില്ല അള്ളാന്റെ മേൽ എത്ര കള്ളം പറഞ്ഞിട്ടുണ്ട്, നബിതങ്ങളുടെ മേൽ എത്ര കള്ളം പറഞ്ഞിട്ടുണ്ട്, സഹാബിമാരുടെ മേൽ എത്ര കള്ളം പറഞ്ഞിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് നബിതങ്ങളുടെ കാലത്തോ സഹാബിമാരുടെ കാലത്തോ താബിഈങ്ങളുടെ കാലത്തോ തബഅ താബിഈങ്ങളുടെ കാലത്തോ മുഹദ്ദിഖീങ്ങളായ ഒരു ഉലമാക്കൾ ദീൻ വളരെ കൃത്യമായ ഒരു അധ്യാപകരിൽ നിന്ന് പഠിക്കാതെ ദീൻ കാര്യങ്ങൾ പ്രസംഗിക്കാൻ അനുവദിക്കുന്നില്ല. ഇത് എല്ലായിടത്തും പ്രസംഗങ്ങൾ വ്യാപിച്ചു. ആർക്കും താനെത്തുന്ന വീക്ഷണങ്ങൾ അധരവ്യായാമം നടത്തി പ്രൗഢ ഗംഭീരമാക്കി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് താൻ വലിയ ആളാകാൻ വേണ്ടി ആഗ്രഹിക്കുക. നിബിധങ്ങളോ സഹാബാക്കളോ അനുവദിച്ചില്ല. തബ്ലീഗിന്റെ മൂന്നാമത്തെ അമീറായിരുന്നു ഹസരജി മൗലാന ഇനാമുൽ ഹസൻ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം അമീറായി കഴിഞ്ഞപ്പോൾ അതിന് മുമ്പത്തെ അമീറായിരുന്നു മൗലാന യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പ്രൗഢ ഗംഭീരമായി പ്രസംഗം നടത്തുന്നയാളായിരുന്നു. 3-4 മണിക്കൂറും ബയാൻ ചെയ്യും, പ്രസംഗിക്കും. ഇനാമുൽ ഹസൻ ഹസരജിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. അദ്ദേഹം വലിയ മുഹദ്ദിസാണ്, പ്രസംഗിക്കാൻ അറിയില്ല. അപ്പൊ ആരെയാ പ്രസംഗത്തിന് വേണ്ടി തീരുമാനിക്കേണ്ടുന്നത്? അവര് മശൂറ ചെയ്ത് കൂടിയാലോചിച്ചു. മൗലാന ഉമർ സാഹിബ് പാലൻപൂരിയെ തീരുമാനിച്ചു. എന്നിട്ട് ശൈഖുൽ ഹദീസ് മൗലാന സക്കരിയ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇനാമുൽ ഹസൻ ഹസരജി പറഞ്ഞു, നിങ്ങൾ എന്റെ ഉസ്താദാണ്, ശൈഖുൽ ഹദീസാണ്. നിങ്ങൾ ഈ പ്രസംഗത്തിൽ 2 ആഴ്ച ഇരിക്കണം. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കാം, നിങ്ങളുടെ ശിഷ്യനാ, മരുമകനാണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്? അദ്ദേഹം ദഅവത്തല്ലേ പറയും, ഞാൻ ജമാഅത്തിലൊന്നും ഒരു ദിവസവും പോയിട്ടില്ല. ശൈഖുൽ ഹദീസിനോട് മൗലാന ഇനാമുൽ ഹസൻ ഹസരജി പറയുകയുണ്ടായി, നിങ്ങൾ ദിവസം പോകുന്നതല്ല ഇതിന്റെ അടിസ്ഥാനം. ഈ പറയുന്നതെന്ന് വെച്ചാൽ നുസൂസുകളാ, ഖുർആനും ഹദീസും സംഭവം. ഈ നാവിൽ നിന്ന് നുസൂസിന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് കേൾക്കുന്നവരൊക്കെ എഴുതിയെടുത്തിട്ട് ലോകം മുഴുവൻ പോയി പ്രചരിപ്പിക്കും. ഭയങ്കരമായ അപകടം. അങ്ങനെ ശൈഖുൽ ഹദീസ് മൗലാന സക്കരിയ റഹിമഹുല്ലാഹിയും ഇനാമുൽ ഹസൻ ഹസരജി റഹിമഹുല്ലാഹിയും ആ പ്രസംഗത്തിലിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോ ശൈഖുൽ ഹദീസ് മൗലാന സക്കരിയ റഹിമഹുല്ലാഹ് ഇനാമുൽ ഹസൻ ഹസരജിയോട് പറയുകയുണ്ടായി, ആ ശൈഖുൽ ഹദീസ് മേ ബി ശൈഖുൽ ഹദീസു, നിങ്ങൾ ശൈഖുൽ ഹദീസാ, ഞാനും ശൈഖുൽ ഹദീസാണ്. ഇൻ ഇസ് ജബാൻ സേ നുസൂസ് കി ഖിലാഫ് കോയി ബാത് നഹീ നികലെ. നമുക്ക് ഒരാഴ്ചത്തെ ഈ പ്രസംഗത്തിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു, ഈ നാവിൽ നിന്ന് ഒരു നിലയിലും ഖുർആനിനോ ഹദീസിനോ ചരിത്രത്തിനോ എതിരായ ഒരു കാര്യങ്ങളും പുറപ്പെടില്ല. എന്നിട്ടാ മൗലാന ഉമർ സാഹിബ് പാലൻപൂരി റഹിമഹുല്ലാഹി 30 വർഷം പ്രസംഗത്തിന് വേണ്ടി തീരുമാനിച്ചു. സാധാരണക്കാരനല്ല, മൗലാന ഉമർ സാഹിബ് പാലൻപൂരി മുഹദ്ദിസായ ആലിം. എന്നിട്ട് കൂടി അതിനേക്കാൾ വലിയ ഒരു മുഹദ്ദിസിനെ ഇരുത്തി ആ പ്രസംഗത്തിന്റെ കൃത്യത പൂർണ്ണമായും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് പ്രസംഗത്തിന് അനുവാദം നൽകിയത്. ഇന്ന് നമ്മളെല്ലാവരും പ്രസംഗിക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുക. കുറച്ച് ഖുർആന്റെ അർത്ഥവും ഹദീസും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പ്രസംഗം തന്നെ പ്രസംഗം. ഈ പ്രസംഗിക്കുക എന്നുള്ള സഹാബാക്കൾ ആരും തന്നെ നബിതങ്ങളിൽ നിന്ന് കേട്ട ഹദീസ് വരെ റിവായത്തിയെ പേടിച്ചിരുന്നു. കാരണം നബിതങ്ങൾ പറയാത്ത കാര്യം നമ്മൾ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റക്കാരാവും. ഇതാ പേടി. അതുകൊണ്ട് സഹാബാക്കൾ കുറച്ച് ഹദീസുകളെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഒരു ചില സഹാബാക്കൾ പേടിച്ചിരുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഖിലാഫത്ത് കാലത്ത് ഇറാഖിലെ സബീഖ് എന്ന് പറയുന്ന പ്രവിശ്യയിൽ ഒരാളാണെങ്കിൽ ജനങ്ങളുടെ ഇടയിലൊക്കെ ഭയങ്കരമായ ഇൽമിയായി വിപ്ലവമായി ഇറങ്ങിപ്പോ. കാരണം ഖുർആനിലെ മുത്തശാബിഹായ ആയത്തുകൾ ആരും അങ്ങനെ കൂടുതൽ ചർച്ച ചെയ്യത്തില്ല. ഏത് ഇസ്തവ, അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്ന ഏതും ഇസ്തവായൊക്കെ എന്താ അതിന്റെ ഉദ്ദേശവും അറിയില്ല. അങ്ങനെ അതേ ഇറാഖിൽ നിന്ന് ഇങ്ങനെ ആലിമീങ്ങളുടെ ഇടയിലൊക്കെ ചർച്ച ചെയ്ത് എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കി നേരെ ഈജിപ്തിൽ വന്നു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഖുർആനിലെ യദുല്ലാന്റെ ഉദ്ദേശം എന്താണ്, ഇസ്തവ അൽ അർശിന്റെ ഉദ്ദേശം എന്താണ്, വലിയദാനി വവസുതദാനി എന്നതിന്റെ ഉദ്ദേശം എന്താണ്? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരാളെ കൂട്ടി നേരെ മദീനയിലേക്ക് പോകാൻ വേണ്ടി പോയി. ഒരു ദൂതനെ കൂട്ടി മദീനയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കത്തും എഴുതി കൊടുത്തു.
ഉമർ റളിയല്ലാഹു അൻഹു കത്ത് വായിച്ചു നോക്കിയപ്പോ സബീഖിൽ നിന്ന് വന്നിരിക്കുന്ന ഇദ്ദേഹം മുത്തശാബിഹായ ആയത്തുകളെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ചോദ്യം ചെയ്തുകൊണ്ട് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ദൂതന്റെ അടുക്കൽ പറഞ്ഞ അയാളെ വിടണി, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഒരു മടൽ വെട്ടി, ഈന്തപ്പന മടൽ. എന്നിട്ട് സബീഖിൽ നിന്ന് വന്നയാളെ വന്നപോലെ തന്നെ മുതുകത്ത് അടിച്ചടിച്ചടിച്ച് മുതുകത്ത് രക്തം വാർന്നൊഴുകുവോളം അടിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ കുറച്ചുകാലം മതിയെ താമസിക്കാൻ വേണ്ടി പോയി. ആ വ്രണം ഉണങ്ങി എന്നറിഞ്ഞപ്പോ വീണ്ടും ഈന്തപ്പന മടൽ കൊണ്ട് അടിച്ചു. വ്രണം മുറിഞ്ഞു വീണു. രക്തം ഒഴുകി കഴിഞ്ഞപ്പോ വീണ്ടും അയാളെ വിട്ടു. വീണ്ടും ആ വ്രണം ഉണങ്ങി എന്നറിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും അടിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, അല്ലയോ ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ, നിങ്ങൾ എന്നെ കൊല്ലല ഉദ്ദേശിച്ച് നല്ല നിലയിൽ കൊന്നപ്പോലെ ഇനി എന്റെ ഈ വീക്ഷണം ഉണ്ടല്ലോ, ഞാൻ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കുത്തിത്തിരിപ്പ് നടത്തിക്കൊണ്ട് ഈ മുത്തശാബിയായ ആയത്തുമായി ചുറ്റിത്തിരിഞ്ഞ ഈ സംഭവത്തിന്റെ പേരിൽ അടിക്കുന്നെങ്കിൽ എന്റെ മസ്തിഷ്കത്തിൽ നിന്ന് നിങ്ങൾ അടി കിട്ടിയപ്പോ തന്നെ അതെല്ലാം പോയി കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു എന്നിട്ടും അദ്ദേഹത്തിന് വെറുതെ വിട്ടില്ല. ഇറാഖിലെ ഗവർണറായിരുന്ന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കത്തെഴുതി, സബീഖിൽ നിന്ന് ഇങ്ങനെ ഒരാള് വലിയ അറിവുള്ളയാളാണ് എന്ന് കാണിക്കാൻ വേണ്ടി പണ്ഡിതന്മാർക്ക് മറുപടി പറയാൻ പറ്റാത്ത മുത്തശാബിഹായ ആയത്തും പറഞ്ഞുകൊണ്ട് അതിന്റെ ഉദ്ദേശം എന്ത്, ഇതിന്റെ ഉദ്ദേശം എന്ത് എന്ന് ചോദിക്കുമ്പോ ആലിമീങ്ങളുടെ ആശയക്കുഴപ്പത്തിൽ അപ്പൊ അയാൾ വലിയ ആലിമാവുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം മടങ്ങി വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ മനുഷ്യൻ അയാളുടെ അടുക്കൽ ഇരുത്തൽ അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആ പ്രസംഗത്തിന്റെ വേദിയിൽ അയാൾ ആട്ടിപ്പാടിക്കണം, ജനങ്ങളോട് അയാളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം പാലിച്ചു. അദ്ദേഹം ഇറാഖിൽ മടങ്ങിയെത്തിയപ്പോൾ അദ്ദേഹത്തിനെ സൂക്ഷിച്ചു, നിരീക്ഷിച്ചു. അദ്ദേഹത്തിൽ തൗബയുണ്ടായി. ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഖുർആനും മറ്റും പറഞ്ഞ് ആശയക്കുഴപ്പം ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതി, അല്ലയോ ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ, അദ്ദേഹത്തിന്റെ രോഗമൊക്കെ മാറി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിലും ഇനി പ്രസംഗിക്കാൻ അനുവാദം കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത് അനുവാദം കൊടുത്തു. സഹാബാക്കളായ മഹാനതന്മാരുടെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രസംഗിക്കുന്ന ആൾക്കാർ ആശയക്കുഴപ്പം എന്ന് പറഞ്ഞാൽ മുത്തശാബിഹായ ആയാത്തുകൾ, അത് അള്ളാഹുവിനെ അറിയുകയുള്ളൂ. മുത്തഅഖിരീങ്ങൾ അതിനെ തഅ്വീൽ ചെയ്തിട്ടുണ്ട്. അറിവില്ലാത്ത ആൾക്കാർ പ്രസംഗിക്കാൻ സഹാബാക്കളുടെ കാലത്തോ ഉലമാക്കളുടെ കാലത്തോ അനുവാദം കൊടുത്തിട്ടില്ല. എന്ന് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, അതിന്റെ വീക്ഷണം ശരി, അതെങ്ങനെയെങ്കിലുമൊക്കെ ജനങ്ങളുടെ അടുക്കൽ ഉളമ്പണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കണം, നമ്മുടെ വീക്ഷണങ്ങളെല്ലാം ശരിയാണ് എന്ന മർക്കട മുഷ്ടി നമ്മൾ ഉപേക്ഷിക്കണം. എല്ലാവരുടെയും വീക്ഷണങ്ങളാണ്. ആ വീക്ഷണങ്ങൾ മശൂറയിൽ പറയുക, തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ അതിനെ കിണ്ടരുത്. ഈ സംഭവങ്ങളെ എല്ലാം വെച്ചുകൊണ്ട് മുഴുവൻ മുഹദ്ദിസീങ്ങൾ എഴുതി വെച്ചിരിക്കുക. വീക്ഷണങ്ങൾ എന്ത് ചെയ്യണം, പ്രസംഗിക്കണമെന്നുണ്ട് എങ്കിൽ നല്ല രീതിയിൽ പഠിച്ച ആലിമ്യങ്ങളെ അന്വേഷിക്കണം. അവരോട് എന്ത് ചെയ്യണം, ആ വീക്ഷണങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി. അള്ളാഹു ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖും ഹിദായത്തും